ഹായ് കൂട്ടുകാരെ, മധുരമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന രണ്ട് ഐറ്റംസ് ആണ്, ഒന്ന് ജിലേബിയും ഒന്ന് ലഡുവും. നമ്മുടെ ലഡു നോർമലി ഓയിലിൽ ഡിപ്പ് ചെയ്താണ് എടുക്കാറ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓയിലിൽ ഡിപ്പ് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓറഞ്ച് ലഡുവിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരട്ടെ. വായോ. ഓറഞ്ച് ലഡു ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരു നുള്ള് സോൾട്ട് കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരക്കപ്പോളം വരും, കുറച്ചായിട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ആഡ് ചെയ്യണം. ഇനി നമുക്കൊരു ട്രേ ആണ് വേണ്ടത്. അതിൽ കുറച്ച് ഗീ തടവി റെഡിയാക്കി വെക്കുക. പിന്നെ ലഡുവിൻ്റെ കളർ ഓറഞ്ച് ആയതുകൊണ്ട് ഞാനിവിടെ റെഡും യെല്ലോയും എടുത്തിരിക്കുന്നത്. അത് മിക്സ് ചെയ്ത് ഞാൻ ഓറഞ്ച് ആക്കിയിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിലേക്ക് ട്രേയിലേക്ക് ഒഴിക്കുക. ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷം സ്റ്റീമറിലേക്ക് വെക്കണം. ഒരു 15 മിനിറ്റാണ് നമ്മുടെ ടൈം. 15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു 2-3 പ്രാവശ്യം പൾസ് മോഡൊന്ന് ഉപയോഗിക്കുമ്പോൾ ഇതേ പരുവത്തിൽ കിട്ടും. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു പാനിലേക്ക് കുറച്ച് ഗീ ഇട്ടിട്ട് അതൊന്ന് ഗീ ഉരിയതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച മിക്സ് അതിലേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1/4 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. ഷുഗർ നന്നായി വെള്ളത്തിൽ ലയിച്ചൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മിക്സ് ഇതിലേക്ക് ഇടാം. മിക്സ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഞാൻ അതിലിടുന്നുണ്ട്. ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഏകദേശം സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു കുറച്ച് ഗീ കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തണുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് റോൾ ചെയ്ത് നമ്മൾ ലഡുവിൻ്റെ ആ പരുവത്തിലേക്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായി തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റോൾ ചെയ്തിട്ട് ആ ലഡുവിൻ്റെ പരുവത്തിലാക്കിയെടുക്കുക. അപ്പോൾ ഓയിൽ ഒട്ടും തൊടാതെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മധുരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.